പതിനായിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന തൃശ്ശൂരിലെ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ മാലിന്യ സംസ്കരണം ദുർഘടമായിരുന്നു. എന്നാൽ ജൈവ അജൈവ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരണം നടത്തി മാതൃകയാവുകയാണ് അമലഭാരതം അംഗങ്ങൾ. പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങാണ് തൃശ്ശൂർ ബ്രഹ്മസ്ഥാന മഹോത്സവം. മാലിന്യങ്ങൾ കുന്നുകൂടാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. പക്ഷേ പൊതുയിടങ്ങളിൽ ഒരു തരി പോലും മാലിന്യങ്ങളില്ലാതെ സംസ്കരിക്കുകയാണ് അമലഭാരതം. ഭാരതം മാലിന്യമുക്തമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 2010 അമലഭാരതം ആരംഭിച്ചത്. വിദേശികളായ അമ്മയുടെ ഭക്തർ ഉൾപ്പെടെ നിരവധി പേരാണ് അമലഭാരതത്തിന്റെ ഭാഗമായുള്ളത്. Many people are actually sensitive to it and they come and they help and they are smiling, so they seem to be really enthusiastic and cooperative. I was really touched to see that. So we have different collection stations, especially in the dining areas and in the hall. We have the stations, we pick up the stations from there and then we sort everything. So we have 8 different categories: soft plastic, hard plastic, paper and so on and so on. ശബരിമലയിൽ ഉൾപ്പെടെ അമലഭാരതം അംഗങ്ങളെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക്, പേപ്പർ, ഇരുമ്പ് എന്നിവ മാറ്റിയാണ് സംസ്കരിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ പന്നി ഫാമുകളിലേക്കും നൽകും. 2010 മുതൽ പിന്നെ അമ്മയുടെ എല്ലാ പ്രോഗ്രാമുകളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ പ്രോഗ്രാമുകളിലെല്ലാം നമ്മൾ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യക്രമമായിട്ടാണ് അമലഭാരതം പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. അത് എവിടെയായാലും ആളുകളുടെ ഇടയിൽ അവയർനെസ് വന്നിട്ടുണ്ട്. അത് ഇവിടെ പരിപാടികളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നതാണ്. അമലഭാരതം പദ്ധതിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമാണ് ഓരോ ഭക്തർക്കുമുള്ളത്. അമൃത ന്യൂസ്, തൃശ്ശൂർ.